പണം ഞാൻ പറഞ്ഞ അവധിക്ക് തന്നെ തിരിച്ചു തന്നോളാം. അതിന് കുഴപ്പമൊന്നുമില്ല തിരുമേനി. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ. തിരുമേനി ഓർത്തോളൂല്ലോ പലിശയുടെ തീയതി. ഒരു തവണ പോലും അതിന് മുടക്കം വരാൻ പാടില്ല. എനിക്കിങ്ങനെ തിരുമേനിയും കുടുംബത്തെയും എന്നും ചിരിച്ചുകൊണ്ട് കാണണം. അതുകൊണ്ടാ പറയുന്നത്. ഇല്ല, ഒരിക്കലും മാറ്റം വരില്ല, അത് ഉറപ്പാ. എങ്കിൽ ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങുക. ഓ, ഇവളുടെ ധിക്കാരം കാരണം കല്യാണം മുടങ്ങി. ഇനിയിപ്പൊ അതിന്റെ പേരിൽ പലിശക്കാരി കേറി ഇറങ്ങാനും തുടങ്ങും, അല്ലേ ദേവാ? പണത്തിന്റെ കാര്യത്തില് അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അമ്മേ. ഹോ, പ്രിയങ്കയുടെ വിവാഹത്തിന് വാങ്ങിച്ചതാണ് ഇപ്പൊ കൊടുത്തു തീർത്തത്. ബാക്കിയുള്ളത് പൊന്നായിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതിനും വന്നു ന്യായീകരണം. ദേ, ഇപ്പൊ ഇറങ്ങി പോയവനുണ്ടല്ലോ കുഞ്ഞുമോൻ, അവനെ ശരിക്കും അറിയാവോ നിനക്ക്? നമ്മുടെ കാക്കനാട്ടുകരയില് ഒരു തറവാട്ടുകാരുണ്ടായിരുന്നല്ലോ. ഇവന് 10-22 വയസ്സുള്ളപ്പോഴാ ഇവൻ കച്ചവടം തുടങ്ങിയത്. ആദ്യമായിട്ട് പലിശയ്ക്ക് പണം കൊടുത്തത് കാക്കനാട്ടുകരയിലെ തറവാട്ടുകാർക്കാ. 5 വർഷത്തിനുള്ളില് ആ വീട്ടുകാരെ ഇറക്കി വിട്ട് ആ കുടുംബത്തിൽ കയറി ഇവൻ താമസിക്കുകയും ചെയ്തു. ഈ നിലയ്ക്ക് പോയാലേ അധികം വൈകാതെ നീ ഇരിക്കുന്നിടത്ത് കുഞ്ഞുമോൻ കയറിയിരിക്കും. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഓ, അപ്പോഴും മോളുണ്ടല്ലോ കെട്ടിപ്പിടിച്ച് കരയാൻ. ഓ, അയാള് വന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തോ വന്നു പോയപ്പോ മുതല് മനസ്സിനെന്തോ ഒരു വല്ലായ്മ. അച്ഛൻ വിഷമിക്കാതിരിക്കെ. ഇവിടെ ഇരിക്കുന്ന സ്വർണ്ണം എടുത്ത് വെച്ചിട്ട് അത്രയും പണം അയാൾക്ക് തിരിച്ചു കൊടുക്കാലോ. പിന്നെ ബാക്കിയുള്ളതിനെ പറ്റിയല്ല ആലോചിക്കേണ്ടു. എല്ലാം തീർക്കാതെ അയാള് കുടുംബത്തിന്റെ ആധാരം തരില്ലല്ലോ മോളെ. അച്ഛൻ അമ്പലത്തിൽ പോകുന്നില്ലേ? പോണം. ഞാനും വരുന്നുണ്ട്. വാ, എഴുന്നേക്ക്. ആ നടയിൽ ചെന്നതെന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നവും നമ്മുടെ കുടുംബത്തിനും ഇല്ല, നമുക്കും ഇല്ല. അച്ഛൻ വാ. വാ അമ്മേ. എന്നാ ഞാൻ പോയിട്ട് വരാം ശോഭ. എഴുന്നള്ളിച്ചോണ്ട് പോയല്ലോ. ഒച്ചനുള്ള കെണി അവള് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? കുടുംബത്തിനൊരു ഭീഷണി വരുമ്പോഴും അതിന് ഓരോരുത്തരായിട്ട് മാറി മാറി കുറ്റം പറയും. ഇത് എന്ത് ശീലം അമ്മേ. ഞാനിപ്പോ അമ്മയുടെ കൂടെ നിന്നാ ശരിയാവില്ല. ഞാൻ അവരുടെ കൂടെ പോവാ. കുറച്ചു നേരമെങ്കിലും സ്വസ്ഥത ഉണ്ടാവൂലോ.